നമുക്ക് യുദ്ധവാർത്തകളിലേക്കൊന്ന് പോകണം. ഹോർമുസിലേക്ക് എത്തുന്ന കപ്പലുകൾ ഇന്ന് മുതൽ തടയുമെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ മുന്നറിയിപ്പ്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകൾ തടയുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം. യുദ്ധമുഖത്ത് പരാജയപ്പെട്ട പ്രസിഡന്റിന്റെ ഭാഷയാണ് ട്രംപിൻ്റെതെന്ന് ഇറാൻ വിമർശിക്കുന്നുണ്ട്. ഇറാന്റെ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസിയാണ് അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്തു വരുന്നത്. ഉപരോധ തീരുമാനത്തെ പരിഹസിക്കുകയാണ് ഇറാൻ നാവികസേനാ മേധാവിയും. ഹോർമുസിൽ പുതിയ പടയൊരുക്കത്തിനിടെ ക്രൂഡ് ഓയിൽ വില വല്ലാതെ ഉയരുകയാണ്. ബാരലിൽ ഇപ്പോൾ $100 പിന്നിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇന്നിപ്പോൾ 10 മണി മുതൽ, അതായത് നമ്മുടെ ഇന്ത്യൻ സമയം 10 മണി മുതലാണ് ഈ കപ്പലുകൾ തടയും. ഇറാനിലേക്ക് പോവുകയും ഇറാനിൽ നിന്ന് വരികയും ചെയ്യുന്ന, പക്ഷേ മറ്റ് ലോകരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പ്രശ്നമില്ല, ഹോർമുസിലൂടെ കടക്കാമെന്നും മറ്റുമാണ് ട്രംപ് പറയുന്നത്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ എത്രത്തോളം അമേരിക്കയ്ക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഹോർമുസ് ഉള്ളത്. ഇന്നലെയാണ് ഒരു പ്രധാനപ്പെട്ട അമേരിക്കൻ പടക്കപ്പലിനെ അവർ തിരിച്ചുവിട്ടതും മറ്റും ചെയ്യുന്ന സാഹചര്യം, വീഡിയോ അടക്കം അവർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇറാന്റെ നിയന്ത്രണമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരം മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. രഞ്ജിത്ത്, ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമൂസിൽ ഇറാനും US-ഉം വീണ്ടും നേർക്കുനേർ മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുമോ എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇന്നലെ ഈ ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ട്രംപ് ശക്തമായ ഒരു ഭീഷണി ഇറാന് നേരെ ഉയർത്തിയിരുന്നു. അതായത് ഹോർമൂസ് കടലിടുക്കിൽ ഇറാന് ടോൾ നൽകി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും തടയുമെന്നും ഇതിനായി US നാവികസേനയെ അയച്ചു കഴിഞ്ഞു എന്നുമാണ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. ഇതിന് പിന്നാലെ ഇപ്പോൾ US സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് മുതൽ ഇറാനിലേക്ക് പ്രവേശിക്കുന്നതും അതോടൊപ്പം തന്നെ ഇറാനിലെ തുറമുഖങ്ങളിൽ നിന്ന് ചരക്കുമായി കടന്നു പോകുന്നതും പുറത്തേക്ക് കടന്നു പോകുന്നതുമായ കപ്പലുകൾ, ആ കപ്പലുകൾ തടയും എന്നാണ് മുന്നറിയിപ്പ്. പ്രാദേശിക സമയം 10 മണി മുതൽ ഈ കപ്പലുകൾ തടയും. ഇറാന് ടോൾ നൽകി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളാണ് തടയുക. സ്വാഭാവികമായും ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. കാരണം ഇതിൽ ഒരു രാജ്യങ്ങൾക്കും വിട്ടുവീഴ്ചയില്ല എന്നുകൂടി US സെൻട്രൽ കമാൻഡ് അവരുടെ എക്സിൽ പോസ്റ്റ് ചെയ്ത ട്വീറ്റിൽ വ്യക്തമാക്കുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യും. എന്തായാലും ഇറാന്റെ ഈ നിലപാട്, അതായത് ഈ ഇസ്ലാമാബാദ് ചർച്ചകളിൽ ഇറാൻ സ്വീകരിച്ച ശക്തമായ നിലപാടുകളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് US. ഹോർമൂസിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഒരു സമ്മർദ്ദ തന്ത്രമായാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധർ ഇതിനെ കാണുന്നത്. അതായത് ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന് ടോൾ നൽകി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും തടയുന്നത് അത് മറ്റ് രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ആ ഘട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും ഇറാനുമേൽ അവർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. മറ്റൊന്ന്, ഇറാൻ നേതാക്കൾ US-നെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഭീഷണിക്ക് പിന്നാലെയും ഇറാന്റെ സുരക്ഷാ കമ്മീഷൻ ചെയർമാന്റെ വാക്കുകൾ അത് സൂചിപ്പിക്കുന്നതാണ്. ട്രംപിനെ ശക്തമായി വിമർശിക്കുന്ന ആണ് അദ്ദേഹത്തിന്റെ ഭാഷ. അതായത് യുദ്ധമുഖത്ത് തോറ്റ പ്രസിഡന്റിന്റെ ഭാഷയാണ് ട്രംപിൻ്റെതെന്ന് അദ്ദേഹം വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ ഹോർമൂസിലെ ഈ നടപടികളെ ഇറാൻ നാവികസേനയുടെ തലവൻ പരിഹസിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ചിരിക്കാൻ വകയുള്ള കാര്യങ്ങളാണ് ട്രംപ് തീരുമാനിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിനിടെ വാൾസ്ട്രീറ്റ് ജേണലിൽ ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് ഇപ്പോൾ 2 ആഴ്ചത്തെ വെടിനിർത്തലുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ആക്രമണം തുടരാൻ ട്രംപ് പദ്ധതിയിടുന്നു. ട്രംപിന് അത്തരത്തിലുള്ള ഉപദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിടുന്നുണ്ട്. വാൾസ്ട്രീറ്റ് ജേണലിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതായത് നിലവിൽ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഹോർമൂസിൽ കപ്പൽ ഉപരോധം US പ്രഖ്യാപിച്ചതിന് പിന്നാലെ എണ്ണവിലയും കുത്തനെ ഉയരും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. കാരണം ബാരലിന് $100 മുകളിൽ എത്തി. 7.5% ഉയർന്നത്. ഇത്തരത്തിൽ ക്രൂഡ് ബെൻഡിന് വില വരും മണിക്കൂറുകളിലും ഉയരാൻ തന്നെയാണ് സാധ്യത എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ഇറാന്റെ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകളെ പ്രാദേശിക സമയം 10 മണി മുതൽ US സെൻട്രൽ കമാൻഡിൻ്റെ നേതൃത്വത്തിൽ ഈ US നാവികസേന തടയാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവയ്ക്കും. എന്തായാലും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാന് അനുകൂലമായ സ്വരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അല്പം മുമ്പ് വാഷിംഗ്ടണിൽ ജോയിന്റ്
ജോയിന്റ് ബേസ് ആൻഡ്രൂസ് ട്രംപ് ഒരു പ്രതികരണം കൂടെ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതായത് ഇറാൻ ഇനി നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങി വന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഇറാനെ അനുകൂലിച്ച പോപ്പിനെ ട്രംപ് വിമർശിക്കുന്നുമുണ്ട്. ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന പോപ്പിനെ ആവശ്യമാണോ എന്ന തരത്തിലാണ് ട്രംപിന്റെ പ്രതികരണം വരുന്നത്. ഇങ്ങനെ വാക്പോര് വളരെ ശക്തമായി തുടരുന്നു. എന്തായാലും US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നാവികസേന കപ്പൽ ഉപരോധം ആരംഭിച്ചാൽ അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. രഞ്ജിത്ത്. VR കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു.